നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് ഓണാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും, പക്ഷെ അതിന് മുമ്പിൽ പടപടപടാന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനെ അങ്ങനെ പല പല പേജ് മറിച്ചു പോകും, പല സ്ഥലങ്ങളിൽ എത്തിച്ചേരും. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു മുൻ ജനറേഷന് കഴിയാത്ത ഒരു കഴിവും മികവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. ആ ഒരു കഴിവുകളെ നമ്മൾ ഉപയോഗിക്കണം, അവരുടെ ആ ഒരു ശാസ്ത്രത്തോടുള്ള അറിവ്. ഞാൻ ഇപ്പോൾ എലോൺ മസ്കിനെ കുറിച്ച്, ലോകത്തെ ഏറ്റവും വലിയ ധനികനായ ശാസ്ത്രജ്ഞനും ബിസിനസ്സുകാരനുമായ എലോൺ മസ്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ, അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അതുപോലെ ആപ്പിൾ കമ്പനി ഉണ്ടാക്കിയ സ്റ്റീവ് ജോബ്സ്, ഇവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വിറ്റു എന്നാണ് പറയുന്നത്. അമേരിക്ക പോലുള്ള സ്ഥലത്താണ്, നമ്മളിവിടെയുള്ള സൗകര്യങ്ങളൊന്നും വന്നില്ല, ഇപ്പോഴും ഉണ്ടായിക്കൂടെയില്ല. ഈ അടുത്ത സമയത്ത് കുറച്ച് കുട്ടികൾ എന്നെ ഓഫീസിൽ കാണാൻ വന്നു. തിരുവനന്തപുരത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, ചിന്മയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ വന്നിരിക്കുന്നത് കാഴ്ചയ്ക്ക് പരിമിതിയുള്ള ഒരു സഹോദരി, തിരുവനന്തപുരത്ത് കോടതിയിൽ ജോലി ചെയ്യുന്ന കാഴ്ചയ്ക്ക് പരിമിതിയുള്ള ഒരു സഹോദരിയെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വന്നതെന്താണ്, ഈ സഹോദരിക്ക് കിഴക്കേക്കോട്ടയിൽ വന്ന് ബസ് കയറി വീട്ടിൽ പോകണം. ആറ്റിങ്ങൽ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കും ആറ്റിങ്ങലുള്ള ബസ് എപ്പോഴാ എന്ന് ചോദിക്കും, പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും അവരുടെ തിരക്കിനിടയിൽ പലരും തയ്യാറാവുന്നത്. അങ്ങനെ മണിക്കൂറുകളോളം ഈ സഹോദരിക്ക് ഓഫീസ് കഴിഞ്ഞ് വന്ന് ബസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ട സ്ഥിതി ഉണ്ടാവുകയാണ്. അപ്പോൾ പഴയ പോലെ ഇപ്പോൾ അനൗൺസ്മെൻ്റ് കൊണ്ട്, അപ്പോൾ ഞാൻ വീണ്ടും അനൗൺസ്മെൻ്റ് എല്ലാം പുനഃസ്ഥാപിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റുകളും അതുപോലെ അവർ നടന്നു പോകാനുള്ള വഴികളും എല്ലാ ബസ് സ്റ്റേഷൻ, കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ അടക്കം പൊളിച്ചു പണിയാൻ പോവാൻ. കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കാഴ്ച പരിമിതിയുള്ള ആളിന് നടന്നു വരാനുള്ള ടൈൽസ് ഒട്ടിക്കുകയാണ്. ആ ടൈൽസിലൂടെ നടന്നു വന്ന് അവർക്ക് എൻക്വയറി കൗണ്ടറിൽ വരാൻ കഴിയും. എൻക്വയറി കൗണ്ടറിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്, ടോയ്ലറ്റിലേക്ക് അത് ലീഡ് ചെയ്യും. അങ്ങനെ കേരളത്തിലെ എല്ലാ ബസ് സ്റ്റേഷനുകളിലും തല്ലി പൊട്ടിച്ചിട്ട് ഈ ടൈൽസ് ഒട്ടിക്കാൻ പോകണം കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്തേക്കുന്നത്, ഈ സഹോദരി അവിടെ വന്നിരുന്ന് ഈ ആൻറ്റിക്ക് വേണ്ടി ഈ മക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ആപ്പാണ്. ബസ് ആൻറ്റിക്ക് പോകേണ്ട റൂട്ട് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, എല്ലാം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ ആ കുട്ടികൾ ചെയ്തിരിക്കുന്ന ആപ്പിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് അവർക്ക് ആറ്റിങ്ങലേക്ക് പോകാനുള്ള ബസ് എപ്പോൾ വരും എന്ന് ഈ ആപ്പ് അവരുടെ ഫോണിൽ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, ചിന്മയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മക്കളുടെ കഴിവ് എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് ആലോചിക്കാം. കാലത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കാത്തതിനപ്പുറത്തേക്ക് അവരുടെ ചിന്തകൾ പോയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ കാഴ്ച പരിമിതിയുള്ള എല്ലാവർക്കും വേണ്ടി KSRTC പുതിയ ആപ്പ് കൊണ്ടുവരികയാണ്. അതായത് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടിലൂടെ കേൾക്കാം നിങ്ങൾക്ക് പോകേണ്ട ബസ് എപ്പോൾ വരും, വരുന്ന ബസ്സിൽ. അത് അവർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ KSRTC ആപ്പ് വരാൻ പോവുകയാണ്. 3 മാസത്തിനുള്ളിൽ അത് വരും. ഇപ്പം നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ സ്ഥലത്തേക്കും വന്നു കഴിയുമ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുന്നിക്കോട് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകാനുള്ള അല്ലെങ്കിൽ തിരുനെൽവേലിക്ക് പോകാനുള്ള KSRTC ബസ് എത്ര മണിക്ക് വരും എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ. അപ്പോൾ കാഴ്ച പരിമിതി ഉള്ളതാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, ഇത്ര മണിക്ക് ബസ് വരുന്നുണ്ട്, അതിൽ സീറ്റുണ്ടോ, അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൽ സീറ്റുണ്ടോ,